ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ക്രെറ്റയാണ്. ഇത് ക്രെറ്റയുടെ തന്നെ ഡീസൽ ഓപ്ഷനാണ് നമ്മുടെ കൂടെയുള്ളത്. ഡീസലിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്, അത് മാനുവലുമാണ്. ഇതിന് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 23,80,000 ആ ഒരു റേഞ്ചിലാണ് ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. അപ്പോൾ ഓൺ റോഡ് പ്രൈസ് 23 ലക്ഷം രൂപയാണ് വരുന്നത്. ഇപ്പം ബേസ് മോഡലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 13 സംതിങ് റേഞ്ചിലൊക്കെ നമുക്ക് ഓൺ റോഡ് വരുന്നുള്ളൂ പെട്രോൾ മോഡൽ. ഡീസൽ വേണമെന്നുണ്ടെങ്കിൽ 15 സംതിങ് ആ ഒരു റേഞ്ചിലുമാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. അപ്പം ആ ഒരു 15 ആ ഒരു റേഞ്ച് മുതലേ നമുക്ക് ഡീസൽ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഡീസലിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഹ്യുണ്ടായി എന്ന ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഹ്യുണ്ടായി ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ കിയ എന്ന ബ്രാൻഡൊക്കെ ആയാലും നമ്മൾ പറയാറുള്ള എന്താണ്, ഫീച്ചേഴ്സ് ഒരുപാട് നൽകാറുള്ള ബ്രാൻഡ്സാണിത്. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്തും അത്രത്തോളം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു തുടങ്ങാം. ഈ ഒരു കളറും കൊള്ളാം, നല്ല രസമുണ്ട്. ചെറിയൊരു ഗ്രീൻ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. ടെസ്റ്റ് ഡ്രൈവ് വാഹനമാണ്, ഞങ്ങൾ കുറച്ച് ഓടിച്ചൊക്കെ വന്നതാണ്, അതുകൊണ്ടാണ് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ക്ഷമിച്ചേക്കുക. DRലും കാര്യങ്ങളും ഫ്രണ്ടിൽ നൽകിയിട്ടുണ്ട്. നല്ല രസമാണ് അത് കാണുന്നതിന് വേണ്ടിയിട്ടും. റൺ ചെയ്യുന്ന സമയത്ത് LED ലൈറ്റ്സ് ആണ് വാഹനത്തിൽ വരുന്നത്. അപ്പോൾ LED ലൈറ്റ്സ് ആയിരിക്കും എന്ന് പറയേണ്ട കാര്യമില്ല, കാര്യം ടോപ്പ് എൻഡ് വാഹനമാണ്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് 360 ഡിഗ്രി ക്യാമറ ആണ്. ഈ ഒരു പോർഷനിലായിട്ട് ക്യാമറ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അത് കൂടാതെ ADAS ലെവൽ 2 നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസറും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ LED ലൈറ്റ്, DRL, ക്യാമറ യൂണിറ്റ്, ADAS, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഹുഡിൻ്റെ പോർഷനിലായിട്ട് ക്യാരക്ടർ ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഹ്യുണ്ടായുടെ ലോഗോയും അവർ പ്ലേസ് ചെയ്തത്. നല്ലൊരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ, ആ ഒരു എന്താ പറയുക, ഡീക്രോം ചെയ്തതുപോലെ ഒരു ഫിനിഷ് ആ ഒരു ഗ്രില്ലിലൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ വേറെ ഒന്നുമില്ല ഫ്രണ്ടിൽ പറയാനായിട്ട്. പോപ്പുലർ എന്നാണ് ഈ ഒരു വണ്ടി നമുക്ക് തന്നത്. അവരൊരു സ്റ്റിക്കർ വർക്കൊക്കെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് കൊണ്ട്, അതേപോലെ താഴെ ഒരു കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വിളിച്ചാൽ മതി, അവരെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. ഇപ്പോൾ സൈഡ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ടോപ്പ് എൻഡ് ആണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂഫ് റെയിലൊക്കെ അവൈലബിൾ ആണ്. പനോറമിക് സൺ റൂഫ് വരുന്നുണ്ട്. കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഡോർ ഹാൻഡിൽസ് തന്നെ ക്രോം എലമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡ് പോർഷൻസിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 2 കളേഴ്സിൻ്റെ കോമ്പിനേഷനിലാണ് ആ ഒരു അലോയ് വീല് അവർ നൽകിയിട്ടുള്ളത്. അപ്പോഴാണ് ടയറാണ് വാഹനത്തിൽ യൂസ് ചെയ്തത്. 17 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ടയർ സൈസ് കമ്പനി നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡ് പോർഷനിലൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സൈഡിൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും തന്നെ വരുന്നില്ല. ക്യാരക്ടർ ലൈൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഗ്ലോസി എലമെൻ്റൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കാണാം. ഇതിനകത്ത് ലോഡോ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഇതൊരു നൽകിയിട്ടുണ്ടെന്നേ ഉള്ളൊരു എന്താ പറയുക, ഫീച്ചർ പോലെ നമുക്ക് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഫംഗ്ഷനിങ് ഒന്നുമല്ലത്. ജസ്റ്റ് റിയർ സൈഡിലേക്ക് വരാം. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഈ ഒരു ലൈറ്റ്സിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഷാർപ്പിനാനിന് ഹൈ മോഡ് സ്റ്റോപ്പ് ലാമ്പ്, ഡീഫോഗർ, റിയർ വൈപ്പർ, റിവേഴ്സ് ക്യാമറ. അപ്പോൾ സൈഡ് പോർഷൻ പറഞ്ഞ സമയത്ത് ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, 360 ഡിഗ്രി ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു മിററിലായിട്ട് ആ ഒരു ക്യാമറ യൂണിറ്റ് ഈ ഒരു മിററിലായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. ജസ്റ്റ് പറയാൻ വിട്ടുപോയതുകൊണ്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ റിയർ സൈഡിൽ നമുക്ക് ക്യാമറ യൂണിറ്റ് അവൈലബിൾ ആണ്. ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ താഴ്ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് വാഹനമായതുകൊണ്ടാണ് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെയാണ്, ഒന്നും പേടിക്കേണ്ട, അവരുടെ ഇതാണ് കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റിംഗ് വരുന്നുണ്ട്. പാഴ്സൽ ട്രേ അവൈലബിൾ ആണ്. അതിനുള്ളിൽ തന്നെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും സ്പെയർ ടയറൊക്കെ അവിടെയായിട്ട് അവർ പ്ലേസ് ചെയ്തു. വേറെ ഒന്നുമില്ല പറയാനായിട്ട്. നേരെ ഇനി അകത്തേക്ക് പോകാം. ഇതിനകത്ത് കീലെസ് എൻട്രിയൊക്കെ ഉണ്ട്, അതൊന്നും ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഫീച്ചേഴ്സ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. കീലെസ് എൻട്രിയൊക്കെ എല്ലാ വാഹനത്തിലും ഉള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഒരു ഹൈലൈറ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്, നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വരുന്നത് ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കാണ് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. വൈപ്പർ ജസ്റ്റ് ഓണായി തട്ടി. പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും പവറിൻ്റെ കൺട്രോളും ഫോൾഡിംഗ് ഓപ്ഷൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ചെറുതറിയാൻ നിങ്ങൾക്ക് ചെറിയ മാഗ്നറ്റിക് ഫംഗ്ഷനാണ് വരുന്നത്. അത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെത്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസറിൻ്റെത്, ട്രാക്ഷൻ കൺട്രോളിൻ്റെത്, അങ്ങനെ അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. ഫ്യൂസ് ബോക്സ് ആണ് ഇവിടെ വരുന്നത്. മാനുവലാണ്, അതുകൊണ്ട് തന്നെ ക്ലച്ചും ബ്രേക്കും എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ പറയാനായിട്ട്. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി സംസാരിച്ചു, ഇതൊരു ടോപ്പ് എൻഡ് വാഹനമാണ് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി സംസാരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഫീച്ചേഴ്സ് ഒരുപാട് നമുക്കുണ്ട്. നമ്മൾ ഇപ്പോൾ പുറമേ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, എന്നിരുന്നാലും ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഡീസലാണ്, മാനുവലാണ്, ഓട്ടോമാറ്റിക് കാര്യങ്ങളൊന്നുമല്ല, ടോപ്പ് എൻഡുമാണ്. ടോപ്പ് എൻഡ് ആകുമ്പോൾ ഒരു കാര്യം എന്താണ്, ഒരു വിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വരും. അപ്പം ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കണക്റ്റീവ് ഫീച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ADAS അത് ഓൾറെഡി ADAS ലെവൽ 2 നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണെന്ന് ഓൾറെഡി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത്
സ്റ്റിയറിംഗിൽ നമുക്ക് പ്രത്യേകിച്ച് പുതുമയോ കാര്യങ്ങളൊന്നും അവകാശപ്പെടാനൊന്നുമില്ല. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ആ ഒരു ഡിസൈൻ എലമെൻ്റ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്, ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഹ്യുണ്ടായുടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മെയിൻ ഒരു ഹൈലൈറ്റ് പോയിന്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ക്ലസ്റ്റർ യൂണിറ്റും ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും കൂടെ വരുന്നത് തന്നെയാണ്. കാരണം കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരുവിധം വാഹനങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് വരാറുള്ളത്. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെയും നമുക്ക് ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ് വരുന്നത്. ഈ ഒരു ക്ലസ്റ്ററിലെ ഈ ഒരു തീമും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ ഈ ഒരു തീം കണ്ട ഒരു ബ്ലൂ ഷെയ്ഡാണ് അതിന് വരുന്നത്. ജസ്റ്റ് നമുക്കതൊന്ന് മാറ്റി നോക്കാം. അപ്പം അതെടുക്കുക, അതിനുശേഷം ക്ലസ്റ്റർ എടുക്കുക, ക്ലസ്റ്ററിനകത്ത് തന്നെ സെലക്ട് തീം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരെണ്ണം ഇട്ട് കാണിക്കാം. കണ്ട കുറച്ച് വൈറ്റ് കളർ തീമിലേക്ക് അത് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ തീം ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. കുറച്ച് റെഡ് ഫിനിഷ്, ഒരു സ്പോർട്ടി ലുക്കിലേക്ക് അത് വന്നിട്ടുണ്ട്. മൂന്നാമത്തിലേക്ക് വരാം. അപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് അത് വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലസ്റ്ററിൻ്റെ എന്താ പറയുക കളർ തീമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ബ്ലൈൻഡ് സ്പോട്ടിന് ആ ഒരു വ്യൂ, അതായത് നമ്മളിപ്പോൾ ടേൺ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ആ ഒരു ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് ആ ഒരു വ്യൂ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ലെഫ്റ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിലെ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ ഫീച്ചർ ഓർഡർ തന്നെയാണ് ക്ലസ്റ്റർ യൂണിറ്റ് നമുക്ക് വരുന്നത്. പിന്നെ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ ഓൾറെഡി സംസാരിച്ചു. പിന്നെ ഇതിനകത്തൊരു കാര്യം, നമുക്കിതിനകത്തൊരു ക്യാമറയുടെ ഒരു ബട്ടൺ നടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ജസ്റ്റ് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും. ഇത് വെഹിക്കിൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വ്യൂ കണ്ടുകൊണ്ട് ഓടിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മെയിൻ ഒരു പർപ്പസ് അല്ലെങ്കിൽ ആവശ്യം എന്താണെന്ന് എവിടെയാണ് ഉപകാരപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴെങ്കിലും ട്രാഫിക് സിഗ്നലുകളിൽ നല്ല ബ്ലോക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സാവധാനം വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെയധികം പ്രയോജനം ചെയ്യും. അതായത് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. സൈഡ് അപ്പോൾ 360 ഡിഗ്രി ക്യാമറ ഉണ്ട് എന്നുള്ള ഇതിനകത്ത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിലുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒക്കെ വ്യൂസ് ഏതെങ്കിലും രീതിയിലൊക്കെ നോക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിലുള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ട്രാഫിക് സിഗ്നലിലോ ഒക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒക്കെ വളരെയധികം പ്രയോജനകരമായ ഒരു കാര്യം തന്നെയാണ്. സേഫ്റ്റി വൈസ് അതൊക്കെ വളരെയധികം പ്രാധാന്യത്തോടു കൂടി ഹ്യുണ്ടായി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഡ്യുവൽ സോൺ AC ആണ് കൊടുത്തേക്കുന്നത്. ഫിസിക്കലി ഉള്ള കൺട്രോൾസ് തന്നെയാണ് വരുന്നത്. ബട്ടൺസ് ആണ് നൽകിയിട്ടുള്ളത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം നമ്മൾ വെഹിക്കിൾ ഓടിക്കുന്ന സമയത്ത് ഇതൊക്കെ ടച്ചോ വല്ലോ ഒക്കെ ആണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഫിസിക്കൽ ബട്ടൺസ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സോൺ AC നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ് അത്. 6 സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്. മാനുവലാണ് ഈ വാഹനം. പിന്നെ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. ഫ്രണ്ടിലത്തെ 2 സീറ്റിലും സീറ്റ് വെന്റിലേഷൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ ഇതാണ് ഇവിടെയായിട്ട് നൽകി. ഈ ഒരു വ്യൂവിൻ്റെ ചിഹ്നം എന്താണെന്നുള്ളത്, ഈ ഒരു പർപ്പസ് എന്താണെന്നുള്ളത് ഓൾറെഡി കാണിച്ചു. വയർലെസ് ചാർജിങ് യൂണിറ്റ് വാഹനത്തിൽ അവൈലബിൾ ആണ്. USB സ്ലോട്ട് വരുന്നുണ്ട്. 12 വാട്ട്സിൻ്റെ ചാർജിങ് സോക്കറ്റ്, ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സീറ്റിൻ്റെ ഒരു കളർ തീമൊക്കെ നോക്കിയാൽ ലൈറ്റ് കളർ തീമിൽ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. കുറച്ച് ടെസ്റ്റ് ഡ്രൈവ് വാഹനമാണ്, കുറച്ച് റൺ ചെയ്ത വാഹനമാണ്. ഗ്ലോ ബോക്സിലും കൂൾഡായിട്ടുള്ള ഗ്ലോ ബോക്സാണ് അവർ നൽകിയത്. അപ്പം ബാക്കി കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ബ്ലൂ കണക്ടിവിറ്റിയുടെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നൽകിയിട്ടുള്ളത്. സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. മിറർ, വലിപ്പത്തിലുള്ള മിററാണ് വരുന്നത്. ഇവിടെ മിററും കാര്യങ്ങളൊന്നും വരുന്നില്ല. 1 ടച്ച് ആയിട്ട് തന്നെ നമുക്ക് ഈ സൺ റൂഫ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. 1 ടച്ചാണ്, ജസ്റ്റ് ഞാൻ പ്രസ് ചെയ്തേ ഉള്ളൂ. ഫുള്ളി നമുക്ക് ഓപ്പൺ ആവുന്നുണ്ട്. പനോറമിക് സൺ റൂഫാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് ഇവിടെ വരും. അപ്പോൾ കുട്ടികൾക്കൊക്കെ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവർക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് ചെയ്യാനായിട്ട് പറ്റും. 1 ടച്ചിൽ തന്നെ നമുക്കത് ക്ലോസ് ആയി വരും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. അത്രേ ഉള്ളൂ അതിനകത്ത് പറയാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം പലർക്കും പല ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് പറയാനായിട്ട്. അതിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു പോർഷനായിട്ട് ബോസ് എന്നുള്ള ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് പറയാനായിട്ട്. ആംബ്രസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കലിയാണ്. കാരണം മാനുവലി ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഗീ വരുന്നത്. കണ്ടോ, ഇത്രേ ഉള്ളൂ ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ചൊക്കെ പറയാനായിട്ട്. റിയർ സീറ്റിലൂടെ നോക്കാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളൂ. ഇപ്പോൾ ഫ്രണ്ട് പോർഷനും എല്ലാം ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അകത്തേക്ക് ഇരിക്കുന്ന സമയത്ത് സ്പേസ് ഓക്കെയാണ്. സീറ്റ് നമുക്ക് റിക്ലൈനിങ് ഓപ്ഷൻ നമുക്കുണ്ടോ എന്ന് ജസ്റ്റ് നോക്കണം. ഓക്കെ, പൊസിഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ചാരി വേണമെങ്കിൽ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ചാരി ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്പേസ് വളരെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്.
സീറ്റിൻ്റെ പുറകിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസൊക്കെ അവർ നൽകി. ഡോർ പാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റോറേജ് സ്പേസ്. ആംറസ്റ്റ് അവർ നൽകി. ആംറസ്റ്റ് തന്നെ 2 കപ്പ് ഹോൾഡറും അവർ നൽകിയിട്ടുണ്ട്. സൺ ബ്ലൈൻഡ് വരുന്നുണ്ട്. അതായത് പുറകിലൊക്കെ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം കംഫർട്ടായിട്ടിരിക്കും. ഞാനിപ്പോൾ ഡോർ അടച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊക്കെ വലുതായിട്ട് അങ്ങ് കാണാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ഒരു പ്രൈവസി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ഫിലിമൊക്കെ ഒട്ടിക്കാം. ഫിലിം ഒട്ടിച്ചാൽ നല്ലൊരു പ്രൈവസി നമുക്ക് കിട്ടും. ഇപ്പോൾ ലേഡീസൊക്കെ ആയിട്ട് കൊച്ചുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുന്നതിന് അത് വളരെയധികം കംഫർട്ടായിരിക്കും. റിയർ AC ഇവൻ്റ് ഉണ്ട്. 2 C ടൈപ്പ് ചാർജിങ് സോക്കറ്റ് അവർ നൽകി. അവിടെ ശകലം സ്റ്റോറേജ് സ്പേസ് നൽകി. 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ലൈറ്റ്സ് ഒക്കെ അവർ നൽകിയിട്ടുണ്ട്. 2 സൈഡിലും വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തന്നേ ഉള്ളൂ. LED ലൈറ്റുമാണ് അവർ നൽകിയിട്ടുള്ളത്. സൺറൂഫൊക്കെ ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ്. വേറെ ഒന്നുമില്ല അവിടെ കാണിക്കാനായിട്ട്. ഇവിടുന്ന് തന്നെ നേരെ നമുക്കിനി എൻജിൻ ബേയിലേക്ക് പോകണം. അപ്പം ഇത് ഓൾറെഡി ഞാൻ സംസാരിച്ചു. ഇതൊരു ഡീസൽ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. ഡീസൽ മോഡലാണ്. ജസ്റ്റ് എൻജിൻ ബേ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി ഓപ്പൺ ചെയ്ത് കാണിക്കാം. നിലവിലിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഡീസൽ ആയതുകൊണ്ട് ശകലം നമുക്ക് നോയ്സും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അത് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. പിന്നെ ചൂടുണ്ട്. ഓക്കെ. അപ്പോൾ അത്യാവശ്യം കിലോമീറ്റർ ഓടിയതും ടെസ്റ്റ് ഡ്രൈവ് വാഹനം കൂടിയാണ്. അതുകൊണ്ടാണ് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1.5 ലിറ്റർ എഞ്ചിനാണ്. 4 സിലിണ്ടറാണ്. അപ്പം എഞ്ചിൻ സ്പെക്കിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അതായത് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതായിരിക്കും നല്ലത്. അത്യാവശ്യം ഹുഡൊക്കെ നല്ല വെയിറ്റ് ആണ്. ജസ്റ്റ് ഞാൻ ആ എഞ്ചിൻ റൂം ഒന്ന് തുറന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്കിനി ഈ വാഹനം ഓടിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് വീഡിയോ നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അതെല്ലാവരും ബാ. ഇപ്പോൾ ഡീസൽ വാഹനമാണ്. ഇപ്പോൾ ഡീസൽ വാഹനത്തിലേക്ക് എല്ലാവരും പോകുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണ്? മൈലേജ് തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞത് സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വളരെയധികം പ്രയോജനകരമായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് പൊസിഷനിലേക്ക് നമുക്ക് എന്താ പറയുക സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ജസ്റ്റ് നമുക്കിനി ഓടിച്ചുകൊണ്ട് നമുക്ക് പോകാം. ഇതൊരു മാനുവലാണ്. അപ്പം ഇതിനെക്കാട്ടി നല്ലത് ഓട്ടോമാറ്റിക് തന്നെയാണ് കേട്ടോ. കാര്യം ഈ വെറുതെ ഇരുന്ന് ഗിയർ മാറ്റി ഓടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഒരു മോഡലിന് തന്നെ ഓട്ടോമാറ്റിക് നമുക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പ്രൈസ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു 23,80,000 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. അതിനെക്കാട്ടി ഒരു 1 lakh റുപ്പീസിന് ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പിന് പ്രൈസ് വരുന്നത്. അപ്പം ഇത്രയും ബഡ്ജറ്റ് കൊടുത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കംഫർട്ടായിരിക്കും നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ മാനുവൽ ഓടിക്കാൻ കൊള്ളത്തില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഓട്ടോമാറ്റിക് ഓടിക്കുന്നതാണ്. കാരണം ഇത്രയും പ്രൈസ് റേഞ്ചുള്ള ഒരു വാഹനമാകുമ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത് കുറച്ചുകൂടി എന്താ പറയുക നമുക്ക് കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആയിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് പാർക്കിംഗ് സെൻസർ അങ്ങ് ജസ്റ്റ് ഓഫ് ചെയ്തേക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് പിന്നൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ക്യാമറ വ്യൂവിൻ്റെ കാര്യം ഞാൻ കാണിച്ചു കണ്ട ഇതേപോലെ നമുക്ക് ഇത് ഓണാക്കി ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചുകൂടി ഒരു റോഡുമായിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു ഇപ്പം ഓടിക്കാൻ ശകലം കോൺഫിഡൻസ് കുറവുള്ള ഒരാളാണെന്ന് വെച്ചു പഠിച്ചിട്ടൊക്കെ ഇരിക്കുവാണ്. കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട്, വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്, റോഡ് സൈഡ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് വളരെയധികം പ്രയോജനകരമായിരിക്കും. കാര്യം നല്ല HD ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ആ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ട ഒരു ടയറിൽ ശകലം പ്രഷർ കുറവുണ്ട് കണ്ട. ബാക്കി എല്ലാ ടയറും 35 വെച്ചുണ്ട്. ഒരെണ്ണത്തിൽ 21 പഞ്ചറാണോ എന്നൊരു സംശയമുണ്ട്. അതും നല്ലൊരു ഫീച്ചർ തന്നെ. അത് വാണിംഗ് പോലെയാണ് ഇപ്പോൾ അത് വാഹനത്തിൽ കാണിച്ചാലും ഞാനിപ്പോൾ അത് നോക്കിയത് ഒന്നുമല്ല, വാണിംഗ് പോലെ തന്നെ അത് കാണിച്ചു. അപ്പോൾ അത് പ്രഷർ അത്രയും കുറവുള്ളതുകൊണ്ടാണ് അത് കാണിച്ചേക്കുന്നത്. അപ്പം അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതിപ്പോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ എല്ലായിടത്തും ഉള്ള കാര്യമൊക്കെ തന്നെയാണ്, മിക്ക വാഹനങ്ങളിലും ഉണ്ട്. എന്നിരുന്നാലും പെട്ടെന്ന് വാണിംഗ് കാണിച്ചും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ഈ പെട്രോൾ വാഹനത്തെക്കാൾ ഡീസൽ വാഹനം ഓടിക്കുന്നത് വളരെയധികം ഇഷ്ടമാണ്. കാര്യം ചെറിയൊരു എൻജിൻ നോയ്സും ഒക്കെ നമ്മൾ ആ ഒരു ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്തുള്ള ആ ഒരു സൗണ്ടും ഒക്കെ ആയിട്ട് വളരെ എനിക്ക് ഇഷ്ടമാണ് ഈ ഡീസൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിന്. അപ്പോൾ ആ ഒരു ഫീല് ഇതിന് കിട്ടുന്നുണ്ട്. പെട്രോൾ വാഹനം പോലെ അല്ല ഡീസൽ വാഹനം ഡ്രൈവ് ചെയ്യുക. ചിലർക്ക് അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഡീസൽ വാഹനം വളരെയധികം ഇഷ്ടമാണ് ഓടിക്കുന്നതിന്. കാര്യം ആ ഒരു എൻജിൻ നോയ്സും ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്തുള്ള ആ ഒരു സൗണ്ടും ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തുള്ള ഒരു സൗണ്ടും ഒക്കെ ആയിട്ടൊരു ഫീലാണ്. അപ്പം എഞ്ചിൻ്റെ നോയ്സ് നമുക്ക് ശകലം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ക്യാബിനുള്ളിലേക്ക് ശകലം നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു എഞ്ചിൻ്റെ നോയ്സ് വളരെയധികം കിട്ടുന്നത് ഞാൻ പറയുന്നില്ല, ശകലം നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വേറൊന്നും ഇതിനകത്ത് പറയേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ഇത്രയും കംഫോർട്ടുള്ളതും അല്ലെങ്കിൽ അത്രത്തോളം സെയിൽസ് ഉള്ളതുമായ ഒരു വാഹനം. നിങ്ങൾക്കറിയാം ഒരു മാസം ഏകദേശം 15,000, 16,000, 17,000 യൂണിറ്റ് വരെയാണ് ഈ ഒരു ക്രെറ്റ എന്ന ഈ ഒരു വാഹനം ഒരു മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. ഈ ഒരു SUV സെഗ്മെൻറ്റ് എടുത്താൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. ഈ ഒരു SUV സെഗ്മെൻറ്റിൽ ചെറുതും വലുതുമായിട്ട് ഒരുപാടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം. അപ്പോൾ അത്രത്തോളം മികച്ചതായതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിൽപ്പന കിട്ടുന്നതുകൊണ്ട് ഒരു ക്രെറ്റ അതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ EV അവരിപ്പോൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം EVക്ക് ആൾക്കാർ അത്യാവശ്യം അന്വേഷിക്കുന്നുണ്ട്.
EV വാഹനവും അത്യാവശ്യം ബഡ്ജറ്റിൽ നമുക്ക് സ്വന്തമാക്കാം. അത്യാവശ്യം കിലോമീറ്റർ റേഞ്ചും വാഹനത്തിന് കിട്ടുന്നുണ്ട്. ആ ഒരു സെൻസറിൻ്റെ ആ ഒരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസറിൻ്റെത് ഫംഗ്ഷനിങ് ആയിട്ട് ഇടയ്ക്ക് നമുക്ക് ആ ഒരു വാണിംഗ് കേൾക്കും. വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വേറെ ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഒരു കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വിളിക്കുക. ആർക്കെങ്കിലുമൊക്കെ ഹ്യുണ്ടായി വണ്ടികളൊക്കെ വേണമെങ്കിൽ വിളിക്കുക, ബുക്ക് ചെയ്യുക, സ്വന്തമാക്കുക. അത്രേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.